നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഒരുക്കങ്ങളാണ് നമ്മൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇത് എന്തിലാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് അമ്മ? ഇത് നമ്മള് പുളിയിഞ്ചി അതിന് ആ തവയിലിരിക്കുന്നത് ഇഞ്ചി വറുത്തതാണ്. അത് നമ്മൾ പുളിയിഞ്ചി ഫുൾ ആയിട്ടുള്ളത് നേരത്തെ കാണിച്ചിട്ടുണ്ട് റെസിപ്പി. അപ്പൊ അത് 1/4 കിലോ ഇഞ്ചി ആട്ടോ. ആ 1/4 കിലോ ഇഞ്ചി വറുത്ത് വെച്ചു, അതവിടെ മാറ്റി വെച്ചു. ഇവിടെ മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മൺചട്ടിയില് വാളംപുളി പിഴിഞ്ഞ വെള്ളം, പിന്നെ ശർക്കര, അതുകൂടാതെ എരിവ് മുളക് പൊടി, പിരിയം മുളക് പൊടി മിക്സ് ചെയ്തത്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഉപ്പ് ഒഴിച്ച് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുക. ആ വെള്ളം നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴാണ് വറുത്ത ഇഞ്ചി അതിലേക്ക് ചേർക്കുക. ഇഞ്ചി വറക്കുമ്പോ ഇഞ്ചിയിൽ ഉപ്പ് പുരട്ടി കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും അരിഞ്ഞിട്ടാണ് വറുത്ത് വെച്ചേക്കണം. ഇതിന്റെ ഡീറ്റെയിൽ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ട്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഉത്രാട ഒരുക്കങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. നിങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെയുണ്ട്? ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? അതെയോ തുടങ്ങാൻ പോവാണോ? എന്തൊക്കെ കറികളൊക്കെയാണ് ഉണ്ടാക്കണേ എല്ലാവരും? അതെ, ഇപ്പൊ കാണിക്കാം കേട്ടോ ഓരോ ക്ലിപ്പിങ്സ്. നമ്മുടെ പുളി ഇഞ്ചി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം. നല്ല വാസന വരുന്നുണ്ട്. നല്ല ശർക്കരയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു പ്രത്യേക വാസന വരുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒക്കെ വാങ്ങാറായില്ലേ? ഒരു വിധം ഇച്ചിരി ഒന്ന് വറ്റണം. അതെ, നിങ്ങൾ പുളിയിഞ്ചിയൊക്കെ വെച്ചോ? പിന്നെ നേരത്തെ ഉത്രാടത്തിന്റെ അന്ന് രാവിലെ തന്നെ ഇതൊക്കെ വെച്ചു അല്ലേ? ചില വീടുകളില് ഉത്രാടത്തിന് മുമ്പ് റെഡിയാക്കും ഓരോ ഐറ്റം, എല്ലാ ഐറ്റവും ഉണ്ടാക്കണവര്. അപ്പൊ ഇത് കേടാവാതെ ഇരുന്നോളും. ഇനി ഞാനൊന്ന് ചൂടാറ്റി തരാം. ക്യാമറ കയ്യിലുള്ളതുകൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ എങ്ങനെയുണ്ടെന്നുള്ള. നല്ല ചൂടാണല്ലോ. ഉപ്പും പുളിയും ഉണ്ടോയെന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പാകത്തിന് ഇച്ചിരി പുളിപ്പ് വേണം തോന്നണം. ഭയങ്കര ചൂടാ. നല്ല രുചിയില്ല. ഇച്ചിരി പുളിപ്പ് വേണോ? ലേശം. ആ ഒരു പൊടിക്കല്ലേ? പൊടിക്ക് മതി. നല്ലതാണോ? നല്ല രുചിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഒരു പായസം ഒഴിച്ചു വെച്ച ഒരു പാത്രമാണ്. ഇത് പായസം ഒന്നും ഇല്ല കേട്ടോ, കാലിയായി. പരിപ്പ് പായസമായിരുന്നു. നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ വക നമുക്ക് ഓണത്തിന് സ്പെഷ്യലായിട്ട് കിട്ടിയതാ. സൂപ്പർ പരിപ്പ് പായസമായിരുന്നു കേട്ടോ. പക്ഷെ കഴിഞ്ഞുപോയി, നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. പെട്ടെന്ന് ആ ഒരു തിരക്കിലേ പായസം കിട്ടിക്കഴിഞ്ഞപ്പോൾ വേഗം എല്ലാവരും പകർന്ന് കഴിച്ച്. ഉത്രാടപ്പാച്ചിൽ. അതെ 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 അതെ. കൈയൊക്കെ എൻ്റെ വയലിറ്റ് നിറായിക്കൊണ്ടിരിക്കുക. ബീട്രൂട്ട് നമുക്ക് ഒരു വെറൈറ്റി പിക്കിളാവട്ടെ എന്ന് കരുതി. നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ഒരു ബീട്രൂട്ടേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ഒരു പിക്കിൾ ഉണ്ടാക്കി കളയാം. ഇതിലേക്ക് ഇരുന്ന് എടുക്കണോ? അപ്പൊ ഉത്രാട ദിനത്തിൽ അമ്മ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ പച്ചടിയാണ് പിണ്ടി പച്ചടി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പച്ചടിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റിയുമാണ് പിണ്ടി പച്ചടി. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. നല്ല രസമാണിത്. അപ്പം അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള കറികളാണ്, ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള കറിയാണ് ഇത്തവണത്തിന് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ തവണയും അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ അതെ അതെ. പിന്നെ ഇത്തവണ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണമാണല്ലോ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. അത് കാരണം കറികളും ഏറ്റവും ഈസിയും പിന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള കറികളാണ് ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പിണ്ടി പച്ചടി. ഇനി നമ്മുടെ കാളൻ. അടിപൊളി, നല്ല സൂപ്പർ കാളൻ റെഡി ആയി കഴിഞ്ഞു. കാളനില്ലാത്ത എന്തോ ഓണസദ്യ അല്ലേ? അടിപൊളി കാളനാണ്. ദേ ഇരിക്കുന്നു നമ്മുടെ കേരള സാമ്പാർ, തനി നാടൻ കേരള സാമ്പാർ. അടിപൊളി. സാമ്പാറും കാളനും ഒക്കെ ഇല്ലാത്ത എന്ത് സദ്യ അല്ലേ? നമ്മുടെ സൂപ്പർ സാമ്പാറും റെഡി ആയി കഴിഞ്ഞു. പിക്കിൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിക്കിളിന്റെ കാര്യം പറയാൻ മറന്നുപോയി. പിക്കിളും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്, ബീട്രൂട്ട് പിക്കിൾ. ആദ്യം പറയട്ടെ, ഇത്തവണ നമ്മള് ഓണത്തിന് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് ചെയ്യണത്. വളരെ ടേസ്റ്റ് ആയിട്ടും വെറൈറ്റി ആണ്. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പായസം തയ്യാറാക്കണം. ഞാനിത് നമ്മുടെ ആക്ടർ മല്ലിക സുകുമാരൻ്റെ
റെസിപ്പി കണ്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ നന്നായിരുന്നു. അപ്പം ഞങ്ങൾ കരുതി ആ പായസം തന്നെ ഇത്തവണ ഓണത്തിന് തയ്യാറാക്കാമെന്ന്. അതായത് നമുക്കതിന് 3 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഒന്ന് ഉണക്കലരി. ഉണക്കലരി ഞാൻ സ്വല്പം ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ചു. അതിൻ്റെ അളവ് ഞാൻ ചേർക്കുമ്പോൾ കാണിക്കാം. പിന്നെ നമുക്ക് സാധാ തിളപ്പിക്കാത്ത പാല്, സാധാരണ പാല്, പശുവിൻ പാല്. പിന്നെ നമ്മള് അതുപോലെ ഷുഗർ. അപ്പൊ അതിന്റെ അളവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ആണ് നമ്മൾ എടുക്കണം. കാണാമോ? ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ദേ നെകക്കയില്ല. ഈ 1 ഗ്ലാസ് പഞ്ചസാര. അത് ഞാൻ ഇത് കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കണത്. അപ്പൊ ആ അളവ് പഞ്ചസാര ആദ്യം ഞാൻ കുക്കറിലേക്ക് ചേർത്തു. പിന്നെ ആ ഗ്ലാസ് പിന്നെ കഴുകുമൊന്നും വേണ്ടല്ലോ. അപ്പൊ ആ ഗ്ലാസ്സിൽ അളവ് പാല് പിടിക്കണം. ഒരേ ഗ്ലാസ് തന്നെ എടുക്കണം. ഏത് ഗ്ലാസ് ആണോ ഉപയോഗിക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഇൻഗ്രീഡിയൻസും അളവ് എടുക്കണം അല്ലെ? അരി വേറെ അളവ്, പാലും പഞ്ചസാരയും അളവ് ആദ്യം പറയാം. പഞ്ചസാര നമ്മള് വടിച്ച് നേരെ താഴെയാണ് 1 ഗ്ലാസ് ചേർത്തിരിക്കുന്നത്. അതിന് ഈ ഗ്ലാസ്സിന് തന്നെ, ഈ അളവ് ഗ്ലാസ്സിന് തന്നെ വടിച്ച് താഴെ 4 ഗ്ലാസ് പാല് ചേർക്കണം. 4 ഗ്ലാസ് വേണം. തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. 2 4. സ്വല്പം പാൽ ഇതിൽ ബാക്കിയുണ്ട്, അത് ചേർക്കണ്ട. കറക്റ്റ് മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കും. 4 ഗ്ലാസ്. പിന്നെ ഉണക്കലരി എങ്ങനെ എടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വാളൻ ഉണക്കലരി എടുക്കണം. ഞാനത് കയ്യിൽ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ആ അളവ്. അപ്പോൾ 1 വാളൻ അല്ല എങ്കിൽ ദേ ഈ സ്പൂണിനാണെങ്കിൽ കൂമ്പന് 2 സ്പൂൺ ചേർക്കേണ്ടി വരും. ഞാൻ പക്ഷേ കയ്യിലാണ് എടുക്കണേ. അളവ് കാണിച്ചു തരാം. എടുത്തേച്ചിട്ടാ കയ്യിൽ ദേ ഈ അളവാണ്. ദേ കൈക്കുമ്പിളില് കാണാമോ? കൈക്കുമ്പിളില് 1 കുമ്പിള്, 1 വാളം ഉണക്കലരി. ഇത് പച്ചരി കൊണ്ടും തയ്യാറാക്കാം. പക്ഷെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഉണക്കലരിയാണ് ചെയ്തത്. അപ്പോൾ വളരെ രുചികരമായിട്ട് തോന്നി എനിക്ക്. പച്ചരി പിന്നെ അതുകൊണ്ട് ഉണ്ടാക്കാൻ തോന്നിയില്ല. ബാലൻസ് ഉണക്കലരി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓണത്തിനും അതുകൊണ്ട് ഈ ഉണക്കലരി തയ്യാറാക്കാന്ന് കരുതി. ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോണത് അല്ല, ഈ ഉണക്കലരി കഴുകി എടുത്തോണ്ട് തന്നെ ഉണക്കലരി കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർക്കണം. കാണിക്കാം. ഞാനിപ്പോ വേഗം കഴുകിക്കൊണ്ടുവരാം. അളവ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചത്. കഴുകിയ അരി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നമ്മൾക്ക് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം. ജസ്റ്റ് എന്തിനാന്ന് വെച്ചാൽ അത് ചൂടാക്കി എടുക്കണത് മൊത്തം ഒന്ന് മിക്സ് ആക്കാനാണ് ഇളക്കണത്. അപ്പൊ അല്ലെങ്കിൽ അടിയിൽ അരിയും പഞ്ചസാരയും ഇങ്ങനെ കിടക്കും, പാലും മീതയായിട്ട് കിടക്കും. അപ്പൊ നമുക്കൊരു കഷ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് വാഷർ വിട്ട് കുക്കർ അടയ്ക്കണം. പിന്നെ നമുക്ക് എങ്ങനെയാന്ന് കാണിക്കാം പിന്നാലെ. ഇതേ നന്നായിട്ട് ആവി വന്നു. ഇനി വെയിറ്റ് ചെയ്യരുത്. നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തോ. വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ സ്ലോയിലേക്ക് മാറ്റുക. ചിലപ്പോ ഓരോ കുക്കറിന്റെ അനുസരിച്ച് ഡിഫറൻസ്. ചില കുക്കറുകൾക്ക് ചിലപ്പോ ഇടയ്ക്ക് 1-2 വിസിലൊക്കെ അടിച്ചെന്നിരിക്കും സിമ്മിൽ കിടന്നാലും. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട, ഇതിൽ തന്നെ കിടന്ന് വെന്തോളൂ കേട്ടോ. വിസിലടിച്ചു എന്ന് കരുതി നമ്മൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഒരു വിഷയവും ഇല്ല. തുറന്നു നോക്കുകയും വേണ്ട, ഓഫ് ചെയ്യുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇതിലിരുന്ന് പാകമായിക്കോളും, അടി പിടിക്കുകയോ ഒന്നുമില്ല. നമ്മളെ ഇളക്കി മിക്സ് ആക്കി ചെയ്തേക്കണോണ്ട. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, പുറത്തേക്ക് ചിലപ്പോൾ ഒരു ലീക്കേജ് പോലെയൊക്കെ വരും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയോ വേണ്ട. നമ്മൾ പക്ഷേ ഇത് 25 മിനിറ്റും ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജോലികൾ ചെയ്ത് കിച്ചണിൽ ഈ പരിസരത്ത് ഉണ്ടാവണം. പുറത്തേക്കൊന്നും പോരുത്. കാരണം ഇതറിയില്ലല്ലോ നമുക്ക്. ഈ ചീറ്റി പുറത്തേക്കൊക്കെ ഒത്തിരിയൊക്കെ വന്നാൽ ഇതാവൂല. അങ്ങനെ വരൂല്ല. ഞാൻ ചെയ്തിട്ട് വന്നില്ല. ഞാൻ പറഞ്ഞതാ പരിസരത്ത് വേണമെന്നുള്ളത്. ഇനി അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ 25 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് 12:20 ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. നേരം കാണിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് കൃത്യം 25 മിനിറ്റ് 26 മിനിറ്റ് ആയി. നമ്മൾ ഓഫ് ചെയ്യുവാണ്. ഫ്ലെയിം നോക്കാം. ഓഫ് ചെയ്ത് ഇനി കൃത്യം ഇതിൽ തന്നെ ബർണറിൽ 45 മിനിറ്റ് തണുക്കാനായിട്ട് അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ തുറന്നു നോക്കാവുള്ളൂ. ഇടയ്ക്ക് തുറന്നു നോക്കരുത്. യാതൊരു വിഷയവും ഇല്ല, അതങ്ങനെ ഇരുന്നോളും. കാരണം പാല് 1 ലിറ്റർ നമ്മൾ ഒഴിച്ച് വളരെ സിമ്മിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഉണ്ടാക്കിയപ്പോൾ കുക്കറിൽ വെയിറ്റ് ഇട്ട് ഇങ്ങനെ സിമ്മിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് പുറത്തേക്ക് അത് ചീറ്റിയായിരുന്നു. 1 ടൈം.
പക്ഷെ ഇത്തവണ വെച്ചപ്പോൾ 2 പ്രാവശ്യം അതിങ്ങനെ സൗണ്ട് കേട്ടു പല സമയത്തായിട്ട്. അതുകൊണ്ട് യാതൊരു വിഷയവും ഇല്ല, ഇത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ആക്ടറിന്റെ മല്ലിക സുകുമാരന്റെ റെസിപ്പിയാണ് ഫോളോ ചെയ്തത്. നല്ല റിസൾട്ട് കിട്ടി. വളരെ നല്ല പായസം, വളരെ നല്ല പായസം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ഈസിയാണ് ഉണ്ടാക്കാനും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നെയ്യിൽ വറുത്തിടാനോ ഒന്നുമില്ല. അത്രയും സൂപ്പർ ആയിട്ട് വരികയും ചെയ്യും. പിന്നെ ഇങ്ങനെ കൂടുതൽ കറികളും ഇതൊക്കെ ഉണ്ടാക്കുന്ന വിശേഷ അവസരത്തിൽ പ്രത്യേകിച്ച് വളരെ നല്ല. ഇനിയിപ്പൊ ഞാൻ നാളെ പായസം ഉണ്ടാക്കില്ല, മറ്റന്നാള് സസ്പെൻസിൽ വേറൊരു പായസം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചിട്ടുള്ള പായസമാണ്, ഒരു വെറൈറ്റി പായസം. സസ്പെൻസ് ഇരിക്കട്ടെ അല്ലേ? ഇരിക്കട്ടെ. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി നമുക്ക് കറികളൊക്കെ എടുത്ത് മേശയിൽ വെക്കുക, ഇല വെട്ടാൻ പോണം, ഇല വെട്ടിക്കൊണ്ട് വരിക, അങ്ങനെയുള്ള പരിപാടി. പിന്നെ എരിശ്ശേരി വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചത്തേക്ക് ടൈം കിട്ടിയില്ല ശരിയാക്കി എടുക്കാൻ. അത് വൈകുന്നേരം നമുക്ക് കാണിക്കാം. ഒരു ഉത്രാടം ദിനം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ. നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണ്? എല്ലാ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയോ? അപ്പൊ ഇനി നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് കടക്കാം. 2 പേർക്ക് നിറച്ച 1.5 ലിറ്റർ പാലിന്റെ കളന ഉണ്ടാക്കി വെച്ചണം, കുറുക്കി, നല്ല കുറുക്ക് കളൻ. അങ്ങനെ നമുക്ക് പായസം തുറക്കാം. ഇപ്പൊ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. എല്ലാം ഇതും അല്ല, ആവിയൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടല്ലേ? ചൂടുണ്ട് പാത്രത്തിന് ഇപ്പോഴും. വേണമെങ്കിൽ തുറക്കായിരുന്ന ഇച്ചോടെ അതിലിരുന്ന് വേണമെങ്കിൽ എല്ലാം ആയിക്കോളും. നീ ആവോന്നും വേണ്ട അല്ലേ? ഒന്ന് ജസ്റ്റ് ആവി വറക്കണ്ടേ? ആവി വറക്കണ്ട് കണ്ടോ? എടുക്കാൻ പറ്റുമോ? അതെ, അത്രയും നേരമായിട്ടും ആവി വറക്കണ്ട്. ഇനി ജസ്റ്റ് എന്നാന്നറിയോ ചെയ്യേണ്ടതാ, ഒന്ന് ഇളക്കി അതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഞങ്ങൾ മൂടി വെക്കും, കഴിക്കാൻ നേരത്തെ എടുക്കും. ഒന്ന് കോരി കാണിക്കാം. നല്ല പിങ്ക് പാലട, സൂപ്പർ ആയിട്ടുണ്ട്. പാലടയല്ല, പിങ്ക് പാൽപ്പായസം. നമ്മള് പാലട ഉണ്ടാക്കണോണ്ട് എപ്പോഴും ഇത് ഉണ്ടാക്കിയത് കഴിഞ്ഞ ഒരു പ്രാവശ്യമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതാ വായിൽ വന്നെ അല്ലേ? നല്ല ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ചൂട്. അപ്പൊ ടേസ്റ്റ് ചെയ്യണോ ചൂടത്ത്? ഞാൻ തരാം, കൊച്ചു സ്പൂണിൽ കോരി തരാം. ഭയങ്കര ചൂടാ, പാകമായിരിക്കും. നമ്മളെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയില്ല. എന്നിട്ട് നമുക്ക് ജസ്റ്റ് മൂടി വെക്കാം, 3 കഴിയുമ്പോൾ എടുക്കാം. അപ്പോൾ ഒന്നോടെ ഒന്ന് വറ്റും. ഈ പരുവത്തിനാണ് ഇരിക്കേണ്ടത്. അല്ല, ഈ പരുവം കഴിഞ്ഞ് കുറച്ചുകൂടെ വറ്റും ഈ ചൂടുള്ളത് കൊണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളു. കൊച്ചു സ്പൂണിൽ കോരിയാ പോലെ. നല്ല മണം വന്നുണ്ട്, പാല് കുറുകി വറ്റിയതിന്റെ നല്ല സ്മെല്ല്. ഇനി വറ്റും, കുറച്ചു നേരം കൂടെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും. ഇച്ചിരി ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കിക്കോ. എന്നിട്ട് ഞാനങ്ങ് അടച്ചു വെക്കാം. കുറുകട്ടച്ചോ അല്ല വറ്റട്ടച്ചോടെ തന്നെ ഇരുന്ന രുചിയുണ്ടോ? നല്ല രുചിയാ. എന്നാ കുറച്ചുകൂടെ കുടിച്ചു വന്നിട്ട്. അത് അളവ് കറക്റ്റ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയ ഒരേപോലെ ഇരിക്കുള്ളൂ, ഒരു ചേഞ്ചും വരൂല അതിന്. പിന്നെ ഞാൻ പറയാം, ഇങ്ങനെ പരമാവധി നമ്മൾ തണുത്തൊക്കെ എടുക്കുമ്പോൾ ശരിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ ശരിക്കും വറ്റൂല, കുറച്ചുകൂടെ വറ്റും. അപ്പൊ കുറച്ചുകൂടെ കളറ് വരും. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം ടൈമിൽ. ഞാൻ ഒന്നോടെ വാഷർ ഇട്ട് തന്നെ ഇത്രയ്ക്ക് നല്ലതാണോ? ഒന്നോടെ വാഷർ ഇട്ട് അടച്ചു വെക്കാം, 3 കഴിയുമ്പോ എടുക്കാം കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ലേ കുറുകി വരും. സൂപ്പറാ. നമ്മള് ഉത്രാടത്തിന്റെ അന്ന് ഉച്ചയോടുകൂടി നമ്മുടെ ഉണക്കലരി കൊണ്ടുള്ള പാൽപ്പായസം ഇവിടെ റെഡിയാക്കി കേട്ടോ. പക്ഷെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോ സ്വല്പം കഴിച്ചു. അന്നേരം അത്രയ്ക്ക് കുറുകി വന്നില്ലായിരുന്നു. ഞാൻ എന്നിട്ട് പോയി ഒന്ന് വിശ്രമിച്ചു വന്നപ്പോ ഉണ്ടാക്കി വെച്ച പാൽപാത്രത്തിൽ അല്ല പായസപാത്രത്തിൽ ചില പൂച്ചകൾ ഇവിടുത്തെ കയറി. എന്നിട്ട് അതിന്റെ കുറച്ചൊന്ന് അളവ് കൊണ്ടൊന്ന് കുറഞ്ഞു. ഞാൻ 1 ലിറ്റർ പാലിനാണ് തയ്യാറാക്കിയത്. അപ്പൊ ഞാൻ ഇപ്പൊ ചായ തേർത്തുന്ന സമയത്ത് വന്ന് നോക്കിയപ്പോ ഇത് ഉച്ചയായപ്പോഴല്ലേ വാങ്ങിയത്. നന്നായിട്ട് വറ്റി കുറുകി നല്ല ശരിക്ക് പിങ്ക് കളറായി കിട്ടി. ഇനിയിപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഒരു ബൗളിലെടുത്ത് ആ കളറും ഇതും ഒന്ന് കാണിക്കാം. നമ്മൾ വാങ്ങി വെച്ചപ്പോഴുള്ള കുറുകലല്ല, പായസം ഇരിക്കുമ്പോൾ എന്തായാലും കുറുകൂലോ. ഈ പായസം കൂടുതൽ കുറുകി വരും. എനിക്ക് തോന്നുന്നത് ഈ അരി ഇട്ടുള്ളതല്ലേ, ഉണക്കലരിയല്ലേ നമ്മൾ ചേർത്തേക്കണേ. ഇപ്പം അത് ഇരുന്ന് പറ്റണതായിരിക്കും. ഞങ്ങൾ കുറച്ച് നേർപ്പിച്ചായിരുന്നു എടുത്തത്. അപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം അത് കേട്ടോ. അതിനു വേണ്ടി ഞാനൊരു ബൗളിലേക്ക് എടുക്കുവാണേ. എല്ലാവരും ഒക്കെ ഉത്രാടത്തിനൊക്കെ പായസം, ഒരു പായസം എന്തായാലും വീടുകളിൽ ഉണ്ടാവും അല്ലേ? പിന്നെ തിരുവോണത്തിന് വേറെ പായസം ഉണ്ടാവും. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇത് ഇന്നങ്ങ് ഉണ്ടാക്കി വെച്ച് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയും ചെയ്ത. ഇനിയിപ്പോ മറ്റന്നാൾ വേറൊരു പായസം ഉണ്ടാക്കണം, നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്നെ അത് പറയണില്ല, ഓരോരുത്തർക്കും ഇവിടെ ഒരേ പായസമാണ് ഇഷ്ടം. അപ്പൊ ഈ ആഴ്ച ഒരു
3 പായസം ഉണ്ടാക്കണം ഇവിടെ. അപ്പൊ ഞാൻ കാണിച്ചു തരാവേ. ഇത് ജസ്റ്റ് ഒന്ന് കോരി കാണിക്കാം. കൊഴുപ്പും കളറും നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും ഇതിന്റെ. പിന്നെ നമ്മൾ ഫുൾ റെസിപ്പി കാണിക്കണുണ്ടല്ലോ. അപ്പൊ ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാണുമ്പോ കൊതിയൂറും പിങ്ക് പാൽപ്പായസം കേട്ടോ. അപ്പൊ ഇവിടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇവര് രണ്ടുപേരും കൂടി വെച്ച് ഇത് എന്തെന്ന അടപ്പായസം പാലട പോലെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് കുടിക്കാം, ഒരു മാജിക്കാന്ന് പറഞ്ഞ ഉണക്കലരി കൊണ്ടുള്ള പാൽപ്പായസം കിട്ടുന്നുണ്ടോ ഫോട്ടോ? ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി കളറും കൊഴുപ്പ് ജസ്റ്റ് ഒന്ന് കോരി കാണിക്കാം. ഒരു ചെറിയ സ്പൂൺ എടുക്കട്ടെ. ഇങ്ങനെ വന്നം കൺസിസ്റ്റൻസി ഇതേ കൊഴുപ്പ്. ഞാൻ വാങ്ങിയ പാകത്തിനുള്ള കൊഴുപ്പ് ഓൾറെഡി പ്രഷർ കുക്കറിൽ കാണിച്ചിട്ടുണ്ട്. അതപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ടൈമിലുള്ള കൊഴുപ്പും ആ ടൈമിലുള്ള കളറും. ഇരുന്ന് ഒരു 4 മണിക്കൂറിന് ശേഷമുള്ള കൊഴുപ്പും കളറുമായത് കേട്ടോ. സ്പൂൺ മാറ്റാം. അടിപൊളി അടിപൊളി. ഞങ്ങളിത് ഇന്നിപ്പോ ഉത്രാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉത്രാട തലേന്ന് ഇത് കാണിച്ച് എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ ഈ പാലും ഉണക്കലരിയും പഞ്ചസാരയും മതിയല്ലോ, വേറെ സംഗതികളൊന്നും ചേർക്കണ്ടല്ലോ. ആർക്കെങ്കിലും ഒക്കെ തിരുവോണം കഴിഞ്ഞ് അവിട്ടത്തിനോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുകയും ചെയ്യാലോ. അതുകൊണ്ടാണ് കേട്ടോ സിമ്പിളായിട്ടാ കറികൾ ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് തയ്യാറാക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാനിത് തലേ ദിവസം കാണിക്കണം കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് വെക്കട്ടെ.